ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാർമ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രഗ്നൻസിയിൽ ഞാനിപ്പോൾ ഒരു 37 വീക്സ് ആയിട്ടുണ്ട്, അതായത് 9 മാസം ആയിട്ടുണ്ട്. സോ ഈ ഒരു 9 മാസത്തിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസിയിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ വേണ്ട കാര്യങ്ങളും അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. സോ ഫസ്റ്റ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രോഡക്റ്റ് ഒന്നും അല്ല കേട്ടോ. ഞാൻ നോർമലി പീരീഡ്സ്, എനിക്ക് ഇങ്ങനെ PCOD ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ പീരീഡ്സ് ഒക്കെ എനിക്ക് അങ്ങനെ റെഗുലർ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു. സോ നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയിലും എനിക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ മതി നമ്മൾ ഈ ഒരു പ്രഗ്നൻസിയിലെ കാര്യങ്ങൾ. ഇപ്പം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള. അതുപോലെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടാനായിട്ട് നോക്കുക. സോ അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് കുഞ്ഞിൻ്റെ ഓരോ കാര്യങ്ങൾ അറിയാൻ മാത്രമല്ല, അതിൽ നമുക്ക് ഇപ്പോൾ കാലണ്ടർ എടുത്തിട്ട് ഓരോ ഡേറ്റ്, നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത ഡേറ്റ് ആയാലും അല്ലെങ്കിൽ TT എടുത്ത ഡേറ്റോ അല്ലെങ്കിൽ അനോമലി സ്കാൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു പ്രഗ്നൻസിയിൽ ചെയ്യുമല്ലോ. എന്താ ഗ്ലൂക്കോസ് ടെസ്റ്റ്. സോ ഈ ഒരു ഡേറ്റ് എല്ലാം തന്നെ നമുക്ക് ഓർത്ത് വെക്കാനും അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഇടാനും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് എത്ര വീക്സ് ആയെന്ന് കറക്റ്റ് അതിൻ്റെ അകത്ത് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓരോ വീക്സിലും നമുക്ക് കുഞ്ഞിലുണ്ടാകുന്ന ചേഞ്ചസും നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസും ഒക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെയൊക്കെ അറിയാനായിട്ട് പറ്റും. സോ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് പറഞ്ഞുതരും. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിടാനായിട്ട് നോക്കുക. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് കേട്ടോ. എനിക്കത് നല്ല യൂസ്ഫുൾ ആയിരുന്നു. മെയിൻലി 2 ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്തത്. പണ്ട് പീരീഡ്സ് ഇങ്ങനെ റെഗുലർ ആയപ്പോൾ തൊട്ട്, അല്ലെങ്കിൽ PCODയുടെ ഇങ്ങനത്തെ കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ മൈ കലണ്ടർ എന്ന് പറഞ്ഞൊരു ആപ്പായിരുന്നു. അതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ബേബി സെൻറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. സോ ഇതാണ് ഞാൻ മെയിൻലി 2 ആപ്ലിക്കേഷനാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഈ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആയാലും മതി, നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടാൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ അതാണ് ഒന്നാമത് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എനിക്ക് തോന്നിയ ഒരു കാര്യം കേട്ടോ. കാരണം നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളെ കുറിച്ചിട്ടും അറിയത്തില്ലായിരിക്കും. പല സിംറ്റംസും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ പല ചേഞ്ചസ് ഉണ്ടാവും. സോ ഇതിനെയൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൊക്കെ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് കിട്ടാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. രണ്ടാമത് എനിക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മെറ്റേണിറ്റി പില്ലോ എന്ന് പറയുന്നത്. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാനത് വാങ്ങിയതിൽ എനിക്ക് വാങ്ങണ്ടായിരുന്നു എന്ന് ഇന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം അത്രയും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഈ ഒരു മെറ്റേണിറ്റി പില്ലോ. കാരണം എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ആദ്യം തൊട്ട് തന്നെയും എനിക്ക് ബാക്ക് പെയിൻ അത്യാവശ്യം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാനായിട്ടായാലും എല്ലാത്തിനും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ബാക്ക് സപ്പോർട്ടിന് വേണ്ടി മാത്രമുള്ളൊരു മെറ്റേണിറ്റി പില്ലോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഫുള്ള് ബോഡി സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റേണിറ്റി പില്ലോ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. പക്ഷേ ഈ ഒരു ബാക്ക് സപ്പോർട്ടിന് മാത്രം വാങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടി ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ക്യാരി ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. എവിടെ പോയാലും എനിക്ക് ഇങ്ങനെ ബാക്കിൽ വെക്കാനായിട്ട് ഞാനത് കൊണ്ടുപോകാറുണ്ടായിരുന്നു. സോ ഇപ്പോഴും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അത്. സോ അത് നിങ്ങൾ പ്രഗ്നൻസിയിൽ ഇങ്ങനെ ബാക്ക് പെയിനും കാര്യങ്ങളും ഉറക്കത്തിന് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനൊരു മെറ്റേണിറ്റി പില്ലോ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. അതൊരിക്കലും വാങ്ങിയത് കൊണ്ട് വാങ്ങണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നില്ല. കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു മെറ്റേണിറ്റി പില്ലോ എന്ന് പറയുന്നത്. സോ അതാണ് എനിക്ക് രണ്ടാമത് ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നി വരുന്നത്. ഇനി മൂന്നാമത്തെ ഒന്നാണ് ബ്രാ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇത് മിക്കവർക്കും ഇപ്പോൾ അറിയായിരിക്കും. നമുക്ക് പ്രഗ്നൻസിയിൽ എന്തായാലും നമുക്ക് ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. സോ നമുക്ക് കറക്റ്റ് നമ്മുടെ സൈസും ആ ഒരു സമയത്ത് അറിയാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ ബോഡി ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരുന്നു ഈ ഒരു ബ്രാ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇത് UAE നിന്നപ്പോൾ തന്നെ വാങ്ങിയതാണ്. ഇതിൻ്റെ 3 പീസ് വരുന്ന ആ ഒരു സെറ്റായിട്ട് കിട്ടുന്നതാണ്. സോ ഇവിടുത്തെ ഇങ്ങനെ ഒരു ഹുക്കും ഇവിടെ മിക്കവർക്കും ഇപ്പോൾ അറിയാമായിരിക്കും, എല്ലാവരും ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. സോ ഇങ്ങനത്തെ ബ്രാ എക്സ്റ്റൻഷൻ വാങ്ങി വെക്കുകയാണെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ടൈറ്റ് ഫീലൊക്കെ തോന്നും, നമുക്ക് ഭയങ്കര ഡിസ്കംഫോർട്ട് ആയിരിക്കും ചില സമയത്ത്. സോ ഇങ്ങനത്തെ ഒരു ബ്രാ എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ബ്രായിൽ ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ അത് നോർമലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. സോ അതും എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സോ ഇതുപോലെ തന്നെ പാൻറ്റിൻ്റെ ഹുക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളതും ഉണ്ട്. സോ അങ്ങനത്തെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അതും വാങ്ങി വെക്കാം കേട്ടോ. അത് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിയില്ലതും.
അതും യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ മെയിൻലി ഇപ്പം ജീൻസ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഒക്കെ നമ്മൾ എന്തായാലും നോർമലി പ്രഗ്നൻസിയിൽ ആദ്യത്തെ കുറേ നാളെങ്കിലും അങ്ങനത്തേക്ക് ഇടാറുണ്ടല്ലോ ചിലരൊക്കെ. സോ അങ്ങനത്തെ ഉള്ളവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. പാൻറ്റിൻ്റെ ആ ഒരു ഹുക്കിൽ അറ്റാച്ച് ചെയ്ത് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ എക്സ്റ്റൻഷനും ഉണ്ട്. സോ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വാങ്ങി വെച്ചാൽ അത്ര ഭയങ്കര റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നാലാമത്, ഈ ഒരു പ്രഗ്നൻസിയിലൊക്കെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിൽ വേണ്ട ഒന്നാണ് സ്ട്രെച്ച് മാർക്കിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രീംസോ അല്ലെങ്കിൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന്. കാരണം നമുക്ക് ഈ ഒരു പ്രഗ്നൻസി കഴിഞ്ഞിട്ട് മാത്രമല്ല, പ്രഗ്നൻസി ടൈമിൽ തന്നെയും ഇങ്ങനെ എന്തെങ്കിലും സ്ട്രെച്ച് മാർക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ഓയിലോ ക്രീമോ ഒക്കെ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കയ്യിൽ കരുതാനായിട്ട് നോക്കാം. സോ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓയിലാണ്, ബയോ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യാറ്. സോ ഇത് സ്ട്രെച്ച് മാർക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്ക് കുറയ്ക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കാനും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കയ്യിൽ വെക്കാനായിട്ട് നോക്കാം. ബയോ ഓയിൽ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു സ്ട്രെച്ച് മാർക്കിൻ്റെ ക്രീം ആയാലും മതി. അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മളെപ്പോഴും ആ ഒരു ഏരിയയിൽ മെയിൻലി നമ്മുടെ വയറിൻ്റെ ചുറ്റുമൊക്കെയും ഇത് എപ്പോഴും പുരട്ടി കൊടുക്കുകയാണെങ്കിൽ സ്ട്രെച്ച് മാർക്ക് വരുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. ഫുള്ളായിട്ട് ചിലപ്പോൾ മാറ്റാനായിട്ടൊന്നും അങ്ങനെ പറ്റണമെന്നില്ല, എന്നാലും വരുന്നത് നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബ്രസ്റ്റ് ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാലും ലാസ്റ്റിലൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് ഫ്രൈ ആവാനും പൊട്ടാനും ഒക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് നിപ്പിൾ ക്രീം ഉപയോഗിക്കാം ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഓയിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ ലാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഡ്രൈ ആവുകയാണെങ്കിൽ ഈ ഒരു ഓയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ വെക്കുന്നത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. സോ അതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇനി പറയുന്ന രണ്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഉപയോഗമില്ല, എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി വെക്കാൻ പറ്റുന്ന രണ്ട് പ്രോഡക്റ്റ്സ് ആണ്. അതിൽ ഒന്ന് എനിക്ക് യൂസ്ഫുൾ ആയിരുന്നു ആ ഒരു പ്രോഡക്റ്റ്. അതിലൊന്നാണ് ഈ ഒരു പ്രോഡക്റ്റ്, ഹോട്ട് ആൻഡ് കോൾഡ് ബാഗ്. ഒന്നാമെന്ന് പറഞ്ഞാൽ ബാക്ക് പെയിന് വേണ്ടി യൂസ് ചെയ്യാം. രണ്ടാമത് ഞാൻ ഇത് യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലൊക്കെ വരുമ്പോൾ, ഞാൻ പണ്ടത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കയ്യിലും കാലും ഒക്കെ നല്ല ചൊറിച്ചിലിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് തണുപ്പിച്ചിട്ട് നമ്മളിത് വെക്കുകയാണെങ്കിൽ ഒരു ആശ്വാസം കിട്ടും നമുക്ക്. സോ അങ്ങനെയും ഞാൻ ഈ ഒരു ചൊറിച്ചിലുള്ള സമയത്തൊക്കെയും ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് പാക്കാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരു പ്രഗ്നൻസിൻ്റെ സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ഡ്രൈ ഐസ് നന്നായിട്ടുണ്ടായിരുന്നു. കണ്ണിൽ ചെറിയ അലർജി പോലെയും കണ്ണ് ചൊറിച്ചിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതും പ്രഗ്നൻസിയിൽ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്, ഡ്രൈ ഐസ് വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. സോ ആ ഒരു സമയത്ത് നമുക്ക് കണ്ണിൽ കുറച്ച് തണുപ്പൊക്കെ വെച്ച് കൊടുത്താൽ നല്ലൊരു ആശ്വാസം കിട്ടും. സോ ആ ഒരു സമയത്തും ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഈ ഒരു ഹോട്ട് ആൻഡ് കോൾഡ് പാക്ക്. സോ എനിക്ക് ഇത് പ്രഗ്നൻസിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വെക്കാം. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വലിയ യൂസ്ഫുൾ ആയിരുന്നില്ല കേട്ടോ. ചിലർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും, പക്ഷെ എനിക്കത് അത്ര വലിയ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. ഇതുപോലത്തെ മെറ്റേണിറ്റി സപ്പോർട്ട് ബെൽറ്റ് എന്ന് പറയുന്നത്. സോ ഇത് നല്ല വയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ എനിക്ക് അത്ര വലിയ വയറൊന്നും ഇല്ലാത്തത് കൊണ്ടും എനിക്ക് പിന്നെ ഇത് കെട്ടുമ്പോൾ എന്തോ ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ കെട്ടി നോക്കിയപ്പോൾ. സോ അതുകൊണ്ടും ഞാനിത് വലുതായിട്ട് യൂസ് ചെയ്തിട്ടില്ല. സോ ഇതും ചിലർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ യൂസ് ചെയ്യുന്നവരുണ്ടോ എന്ന്. പക്ഷേ എനിക്കിത് അത്ര വലിയ യൂസ്ഫുൾ അല്ലായിരുന്നു കേട്ടോ. സോ ഇതായിരുന്നു അടുത്ത പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പാൻറ്റി ലൈനേഴ്സ് ആണ്. അതും നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു പ്രഗ്നൻസിയിൽ അവസാനമൊക്കെ അത് യൂസ് ചെയ്യുന്നത് ഒന്നും കൂടി നല്ലതായിരിക്കും. കാരണം നമുക്ക് ഈ ഒരു അവസാന മാസം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് അത്യാവശ്യം നന്നായിട്ട് പോവാറുണ്ട്. അതുപോലെ തന്നെ ചിലരിൽ ഇങ്ങനത്തെ വാട്ടർ ബ്രേക്കേജും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ മ്യൂക്കസ് പ്രൊഡക്റ്റ് ചിലരിൽ റിലീസ് ആവാറുണ്ട് ഈ ഒരു സമയത്ത്. സോ അതും പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും. സോ അതുകൊണ്ടൊക്കെ പാൻറ്റി ലൈനർ യൂസ് ചെയ്യുന്നത്, അവസാനമൊക്കെ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. സോ അതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഈ ഒരു പ്രഗ്നൻസിയിൽ. സോ ഇത്രയൊക്കെ പ്രോഡക്റ്റ്സ് ആണ് മെയിൻലി എനിക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ യൂസ്ഫുൾ ആയത് കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.